ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഒരു ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ നാരായണ നാമം എങ്ങനെയാണ് എഴുതി അമ്പലത്തിൽ സമർപ്പിക്കുക എന്നുള്ളത്. വേറൊന്നുമല്ല, ആദ്യം നമ്മളൊരു നോട്ട് ബുക്ക് വാങ്ങിക്കുക. ഒരു നല്ല നോട്ട് ബുക്കോ ഡയറിയോ എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നാരായണ നാമം എന്ന് പറയുമ്പോൾ നാരായണ 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 എന്ന് ഒരു 108 തവണ നമ്മൾ ആ ബുക്കിൽ എഴുതുക. ഒറ്റയടിക്ക് ഇരുന്ന് എഴുതേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴൊക്കെയാണോ സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ നമുക്ക് എഴുതാം. ഒരു 1008 തവണ എഴുതുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ്. ഓക്കെ. പിന്നെ ഇത് എഴുതുമ്പോൾ നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ടിരുന്ന് എഴുതുക. മത്സ്യമാംസാദികളൊന്നും കഴിച്ചിട്ട് എഴുതരുത്. നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ നാരായണ നാമം ഇങ്ങനെ ബുക്കിനകത്ത് എഴുതി ആ ബുക്ക് നിറയുന്ന സമയത്ത് കൃഷ്ണൻ്റെ അമ്പലത്തിലോ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലോ കൊണ്ടുചെന്ന് നമുക്കത് സമർപ്പിക്കാം. കൊടിമരം ഉണ്ടല്ലോ, കൊടിമരത്തിൻ്റെ മൂട്ടിലോ അതല്ലാന്നുണ്ടെങ്കിൽ അകത്ത് മണ്ഡപത്തിൽ അവിടെ നമുക്ക് കൊണ്ടുവയ്ക്കാം. അത് അവിടെ തന്നെ ഇരിക്കും, അത് ആരും എടുത്തുകൊണ്ട് പോവില്ല. ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഗുണവും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാരായണനാമം നമ്മൾ ബുക്കിലെഴുതി ഭഗവാൻ കൃഷ്ണൻ്റെ നടയ്ക്ക് കൊണ്ട് സമർപ്പിക്കുന്നത് അത്രത്തോളം വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.